കോൺഗ്രസിനെ ഞങ്ങള് മുന്നണി എന്നുള്ള ഇറക്കി UDF നിലനിർത്തിയത് UDF സംവിധാനം കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് വാണിമേലെയാണ് ഇതുവരെ കോൺഗ്രസിനെ ചുമന്നുകൊണ്ടുപോയത്. ഇനി ഞാനത് ചുമക്കുന്നില്ല എന്നുള്ളത് തീരുമാനിച്ച് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ പറഞ്ഞത് തന്നെ ഇവർ പറഞ്ഞതിനെതിരാണ് 2 മെമ്പർമാർ കോൺഗ്രസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസും ലീഗും കൂടി ഒന്നിച്ചേരും തന്നെയാണ് ഇപ്പോൾ TK പറഞ്ഞത്. അതുപോട്ടെ അതല്ല എൻ്റെ വിഷയം. ഇതിന് അതീതമായിട്ട് നിങ്ങൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ത് പറഞ്ഞാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്? ഈ സർക്കലിട്ട് വന്നതിലുപരി ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ വെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വികസനം, അല്ലെങ്കിൽ ഒരു റോഡിന്റെ വികസനം, അതുപോലുള്ള ഏതെങ്കിലും ഒരു വികസനം വെച്ച് എന്നാലേ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ കുറെ ആളുകൾ വാണിമേലിൽ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗും UDF ഒന്നിച്ച് നടത്തുമ്പോൾ എന്ത് വികസന പദ്ധതികൾ നടത്തിയെന്ന രീതിയിലുള്ള കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം മുസ്ലിം ലീഗ് നടത്തിയ UDF നേതൃത്വത്തിൽ നടത്തിയ വികസന പദ്ധതികൾ മുൻനിർത്തി തന്നെയാണ് മുസ്ലിം ലീഗ് ഈ പ്രാവശ്യം മുസ്ലിം ലീഗ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രപതിയിൽ നിന്നുള്ള നിർമ്മൽ പുരസ്കാരം, മികച്ച പഞ്ചായത്തിനുള്ള നിർമ്മൽ പുരസ്കാരം 2008 മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയ പഞ്ചായത്താണ് വാണിമേൽ പഞ്ചായത്ത്. ശുചീകരണത്തിനുള്ള മികച്ച അവാർഡ് നേടിയ പഞ്ചായത്താണ് വാണിമേൽ ഗ്രാമപഞ്ചായത്ത്. അതുകൂടാതെ വാണിമേലിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 285 നിങ്ങൾ കഴിഞ്ഞ വർഷാവസാനമാണ് 5 വർഷം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആദ്യത്തെ വർഷത്തെ കാര്യങ്ങളൊന്നും ആളുകളോട് മറന്നു പോകുന്നതായിരിക്കും ഒരു പക്ഷേ. 285 വീടുകൾ വാണിമേലിൽ നിർമ്മിച്ചിട്ടുണ്ട്. ആ വീടുകളിൽ 75-80% വീടുകളും മുസ്ലിം ലീഗുകാരല്ലാത്ത ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളാണ്. അതേപോലെ തന്നെ 5 കുടിവെള്ള പദ്ധതികൾ, ഞാൻ ആ 5 ഇവിടെ പറയാം. കൂമുടിൽ താഴെ കുടിവെള്ള പദ്ധതി, കൊങ്കന്നിരവ് കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ പാലർക്കുന്ന് പുതുക്കുടി കുടിവെള്ള പദ്ധതി, താവട്ടുമുക്ക് കുടിവെള്ള പദ്ധതി, അതേപോലെ തന്നെ 5 നീർത്തട വികസന പദ്ധതികൾ. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒരു നീർത്തട വികസന പദ്ധതിയിലെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാരമായിരുന്നു. അതുകൊണ്ട് പറയുന്ന ചാമത്തോട്, കോടിയൂറ, വാളാന്തോട്, കരുകുളം തുടങ്ങിയ നീർത്തട വികസന പദ്ധതികൾ ഇതൊക്കെ വാണിമേൽ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ UDF നടത്തിയ വികസന പദ്ധതികൾ തന്നെയാണ്. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഇത്തവണ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കൂടാതെ വേറൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി നേരത്തെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. SDPI അതേപോലെ തന്നെ ഇപ്പം വന്ന ഈ അവസരത്തിന് വന്ന ജനകീയ മുന്നണി ഇത്തരത്തിലുള്ള കക്ഷികളുമായിട്ടൊന്നും ഇടതുപക്ഷം കൂട്ടുകൂടുതലാണ്. ഈ വാണിമേലിലെ 3-ാം വാർഡിലെ ലോക്കൽ സെക്രട്ടറിയായ ഇടതുപക്ഷത്തിന്റെ ലോക്കൽ സെക്രട്ടറി EV നാണു അവിടെ നോമിനേഷൻ പത്രിക കൊടുത്തതാണ്. പിന്നീട് അവിടുന്ന് പത്രിക പിൻവലിച്ചുകൊണ്ട് അവിടെ ഇപ്പം മത്സരിക്കുന്ന പോതുകൊണ്ട് അബ്ദുള്ള എന്ന ജനകീയ സ്ഥാനാർത്ഥിയാണ്. SDPIയുടെയും സുഡാപ്പിയുടെയും അതേപോലെ തന്നെ ജനകീയ മുന്നണിയുടെയും ഇവരൊക്കെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന പോതുകൊണ്ട് അബ്ദുള്ളയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് EV നാണു എന്ന ഇടതുപക്ഷത്തിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു വളരെ സജീവ പ്രവർത്തകനെ എന്തുകൊണ്ട് ഇടതുപക്ഷായിരുന്നു പിൻവലിച്ചു എന്നുള്ളത് തിരിച്ചെടുക്കുക. സഭാവാസികളെ എല്ലാവരും കൊണ്ട് സംസാരിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് പരിപാടി നടത്തിയത്. അതുകൊണ്ട് സംസാരിക്കാതെ സംസാരിക്കണം. വാണിമേല പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം UDF എന്ന് വെച്ചാൽ കോൺഗ്രസ് കൂടിയിട്ടുള്ള മുസ്ലിം ലീഗും കോൺഗ്രസും കൂടിയിട്ടുള്ള മുന്നണികളെ മത്സരിച്ചത്. അതിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വികസനവും ശരിക്കും നടന്നിട്ടില്ല. അതിൽ കോൺഗ്രസിന് കുറ്റം പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ലീഗിൻ്റെ പ്രതിനിധികളാണ് പഞ്ചായത്തിലുള്ളത്. ഈ ഒരു വർഷം ഇവർക്ക് തന്നെ മനസ്സിലായി ഞങ്ങൾ വെച്ചാൽ വലിയേട്ട മനോഭാവം കോൺഗ്രസിന് സീറ്റ് കൊടുക്കാതെ ഞങ്ങൾക്ക് തന്നെ ഒറ്റക്ക് നിന്ന് മത്സരിച്ച് കിട്ടാനുള്ളിടത്തോളം പോക്കറ്റിലാക്കാം. വികസനമല്ല അവർ ഉദ്ദേശിക്കുന്നത്, കിട്ടാനുള്ളിടത്തോളം ഒറ്റക്ക് പോക്കറ്റിലാക്കാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വികസനത്തിനായിട്ട് കഴിഞ്ഞ UDF ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്നാണ് TK പറഞ്ഞത്. ഇതിന്റെ അർത്ഥം അതിനു മുമ്പ് നടന്ന LDFന്റെ ഭരണം വികസന പ്രവർത്തനത്തിൽ മുൻപന്തിയിലായിരുന്നു എന്നായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാലൻ ഭരിക്കുന്ന സമയത്ത് വാണിമേൽ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് പരപ്പുവറ ഒരു ഹോസ്പിറ്റൽ, അവിടുത്തെ റോഡ് വികസനങ്ങൾ, നമ്മുടെ മുക്കിലും മൂലയിലും എല്ലാം പരപ്പുവറ സ്റ്റേഡിയം, വാണിമേൽ പുഴ മുതൽ വെലങ്ങാട് വരെ മനോഹരമായ ബസ് വെയിറ്റിംഗ് ഷെഡ്, ഇതൊക്കെ വന്നത് ബാലൻ്റെ. ആധികാരികമായിട്ട് നമുക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് കേൾക്കാം. ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലയളവിൽ വാണിമേൽ പഞ്ചായത്തിൽ എടുത്തു പറയാവുന്ന എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയത് ഇടതുപക്ഷം തന്നെയാണ്. ഞാൻ ഒരുപാട് വർഷമായി വാണിമേൽ ഇതുവരെ അങ്ങനെ സ്റ്റേഡിയം ഞാൻ കണ്ടില്ല. പുഴേൻ്റെ അടുത്തുള്ള സ്റ്റേഡിയം, പരപ്പുവാറ സ്റ്റേഡിയം, ആശുപത്രി,
മുഴുവനായി തന്നെ കൃത്യമായി ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ പദ്ധതികളുടെ 40% പോലും പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുന്നൊരു നിഷ്പക്ഷമായ ഒരാൾ പോയി നോക്കി സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് ഗ്രാമസഭകൾക്ക് ജനകീയ ആസൂത്രണത്തിലൂടെ ധാരാളം അവസരങ്ങളും ഫണ്ടുകളും കിട്ടിയെങ്കിലും സമീപ പഞ്ചായത്തുകളിലെ വികസനം വാണിമേൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് പൊതുജനത്തിന്റെ വിലയിരുത്തൽ. ഈ ഇതുവരെ പഞ്ചായത്ത് ഗ്രാമസഭ വന്നതിന് ശേഷം അന്നുണ്ടായിരുന്ന വാണിമേലിന്റെ നിലയിൽ നിന്നും മറ്റുള്ള പഞ്ചായത്തുകളുടെ നില ആ സമയത്തുള്ള നില വെച്ചുകൊണ്ട് അതിനുള്ള വികസനം വാണിമേൽ പിന്നിലാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. ഒരു കക്ഷിയുടെ ഒന്ന് മൊത്തം നമ്മൾ പഞ്ചായത്തിൽ മാറി മാറി ഭരണം വന്നിട്ടുണ്ട്. അതിന്റെ നിലപാടുകൾ വികസനം കിട്ടിയിട്ടില്ല. ഈ ഒരു അഭിപ്രായത്തോട് ഇതുവരെ ഒരു കക്ഷിയിലും ചേരാത്ത മാറി നിന്ന എം.കെ. മോദിയുടെ അഭിപ്രായം ചോദിക്കുന്നു. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം, കാരണം വാണിമേൽ ഇന്നും 14-ാം നൂറ്റാണ്ടിൻ്റെ അവസ്ഥയിൽ തന്നെയുള്ളതെന്നുള്ളതാണ്. കാരണം വാണിമേൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്നതും പക്ഷേ അതിൻ്റേതായ ഒരു പുരോഗമനം ഒരിക്കലും വാണിമേലിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് ഒരു കാലത്തും അതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമായ അഭിപ്രായമാണ് കൈവച്ചിട്ട് പറയാനുള്ളത്. വാണിമേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, വാണിമേൽ ഇതുവരെ ഭരിച്ചത് LDFും UDFും ആണ്. ഈ ഭൂമിശാസ്ത്രപരമായി ഈ രണ്ട് കക്ഷികളുടെ സ്വാധീനം രണ്ടുമേ. അതുകൊണ്ട് ഈ രണ്ട് കക്ഷികൾക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാണിമേലിനെ ഒരു പ്രദേശം എന്ന നിലക്ക് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അടിസ്ഥാന പ്രശ്നം അതാണ്. കാരണം വാണിമേൽ വികസനത്തിന് സാധ്യതയുള്ള പല വ്യവസായ പദ്ധതികളും തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ LDFിൻ്റെ ഭാഗത്തും അതിനുള്ള സാമ്പത്തിക ശേഷിയും മറ്റ് കഴിവുകളും ഉള്ള വേറൊരു ഭാഗത്തുമായപ്പോൾ ഒരു പഞ്ചായത്തിനെ ഒന്നായി കാണാൻ ആരും കാണിച്ചില്ല. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് വികസനം, മറ്റുള്ളവർ ഭരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്ത് വികസനം എന്നുള്ള വളരെ മോശമായ ഒരു സമീപനമാണ് വാണിമേൽ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ പ്രശ്നം. 2, വാണിമേൽ നമ്മളിപ്പം ഭരിച്ചു കഴിഞ്ഞാൽ കാണുന്നത് ജയിച്ചു വരുന്നവരുടെ ആധിപത്യമാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം നമ്മൾ വിലയിരുത്തിയാൽ ആദ്യത്തെ 1 വർഷം 1.5 വർഷത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചത് 6 പ്രസിഡന്റാണോ എന്ന ചർച്ച, പ്രസിഡന്റ് ആവർക്ക് പരസ്പരം പാരവെപ്പ്. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇലക്ഷനിൽ നടന്നാലും 2 അടിയാണ് ലീഗിൽ നടക്കാൻ പോകും. 1 പ്രസിഡന്റ് സ്ഥാനത്തിനും 2 വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനും. അതും ഭാവിയിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം വികസനത്തെ ബാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൊയ്തൂക്ക പറഞ്ഞ പോലെ ഇപ്പം വാണിമേൽ വികസനം ഇല്ല എന്ന് പറയുന്നത് മൊയ്തൂക്ക പറഞ്ഞ ഇപ്പം 14-ാം നൂറ്റാണ്ടിലാണ് നമ്മളുള്ളത്. മൊയ്തൂക്ക ചിലപ്പോൾ നാട്ടിൽ ബന്ധപ്പെടാത്ത കൊണ്ടായിരിക്കും എന്നുള്ള അത് പണ്ടേ ഉള്ളതാണ്. ഇപ്പോൾ അതിന് യാതൊരു കുറവുമില്ല. പിന്നെ 5 വർഷത്തെ ഗ്രാമോത്സവത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തതാണ് വാണിമേൽ പഞ്ചായത്ത്. അതേപോലെ തന്നെ തൂണേരി ബ്ലോക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വികസനം കാഴ്ചവെച്ച ഒരു നിലനിർത്താൻ പറ്റിയ ഒരു പഞ്ചായത്തായിരുന്നു വാണിമേൽ പഞ്ചായത്ത്. ഒരുപാട് വികസനങ്ങൾ പറയാൻ